ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളിന്നൊരു മിനി വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്, അങ്ങനെ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ അവധി ഉള്ള ദിവസങ്ങളാണ് കേട്ടോ, പൂജ ഹോളിഡേ ഒക്കെ വരികയാണ്. അപ്പോൾ അങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് എറണാകുളത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് പൂജ ഹോളിഡേ ഒക്കെ ആയതുകൊണ്ടാണെങ്കിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ. അങ്ങനെ അവിടുന്ന് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം നേരത്തെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എറണാകുളത്ത്. അപ്പോൾ നമുക്ക് ഇത്തിരി പയ്യെ നടന്ന് സാവധാനം പോയാൽ മതി. അങ്ങനെ മെട്രോ പിടിച്ച് ക്ലാസ്സിലൊക്കെ ചെയ്യുന്നു. ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. തിരിച്ച് മെട്രോ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ ആലപ്പുഴയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് പൂജവെപ്പ് ആയതുകൊണ്ട് തന്നെ കുറേ പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം അമ്മയുടെ ബുക്കെല്ലാം പൊതിഞ്ഞ് പേരെല്ലാം എഴുതിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള കാവിൽ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബുക്കും കൊണ്ട് പൂജ വയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് മൊത്തം ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അനഘയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെല്ലാം പോയി തൊഴുതിട്ട് ഒരു 6:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കേക്കൊക്കെ ആയിട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണ് ആയിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടുപ്പൊക്കെ ഇട്ട് ഒരുക്കാൻ പോകുന്ന ഇതിലിരിക്കുന്നതുകൊണ്ട് അവൾ അവിടെ ടാറ്റ പോകാൻ വേണ്ടി ഇരിക്കുകയെന്ന് വെച്ച് ചേച്ചി പെണ്ണിൻ്റെ വഴിയിൽ അടങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. കേക്ക് കണ്ടപ്പോഴത്തേക്ക് സാധാരണ കയ്യിൽ എന്തെങ്കിലും കൊടുത്താൽ അതും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേക്ക് കണ്ടതിന് കാരണം കത്തിയൊക്കെ വലിച്ചെറിയുമായിരുന്നു. അവൾക്ക് ആ കേക്ക് ഒന്ന് കുത്തി ഇളക്കി കളയണം. അങ്ങനെ പിന്നെ ഇത്തിരി നേരം അടങ്ങിയിരുന്ന സമയത്ത് നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇരുന്നിട്ടാട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്.